മോളെ ഇവിടെ കിടന്ന് ചെരുപ്പെന്തേ ഞാൻ ഇവിടെ ഉരുട്ടച്ചാന്നല്ലോ കയറിയത്. അതുകൊണ്ട് ഇക്കാടെ കാലേ കിടക്കുന്നുമ്മ. ചേടാ നിനക്കൊരു വേറൊരു ചെരുപ്പും കിട്ടിയില്ലല്ലോ ചവിട്ടി പിടിക്കാന്. എന്റെ ചെരുപ്പ് മാത്രമേ നീ കണ്ടോളോ. ഇക്കാടെ കൈ കിട്ടുന്ന ചെരുപ്പാ ഇവിടുത്തെ ഇക്കാടെ ചെരുപ്പ്. കുഞ്ഞുങ്ങളുടെ ചെരുപ്പ് പോലും ഇക്ക എടുത്തോണ്ട് പോയിക്കളെ. നീ എന്തോടാ തൊഴുത് പ്രാവും തന്നെ. ചെരുപ്പ് ഞാൻ ഇടയർക്കാ പോയി പണിയെല്ലാം ഉണ്ടോ നമുക്ക്. മോളെ അമ്മടെ പുതിയ ഷാളിഞ്ഞെടുത്തല്ല കുടുംബശ്രീക്ക് പോവാനാ. ദോണ്ടമ്മ ഊഞ്ഞാല് കെട്ടി ആടാൻ പോന്ന്. പക്ഷെ ഷാളിഞ്ഞെഴുതേർക്ക കീറാതെ നിനക്ക് ഇതേ കണ്ടോളാടാ. എന്റെ ഷാളിഞ്ഞെഴുതാ നീന്റെ പാട്ടിന് പോയേ. ചെരുപ്പും പറക്കി ഇടും, ചെരുപ്പും പറക്കി കൊണ്ടുപോകും, ഷാളും എടുത്തോണ്ട് പോകും. എന്തോ പറയാനോ എവിടെങ്കിലും ജോലിക്കും മേലേക്ക് ഇറങ്ങിപ്പോതെ വീട്ടിനകത്ത് നിന്ന് ഇങ്ങനെ ഓരോ ഇടങ്ങേറി നീക്കിയാന്നല്ലോ. എന്തോ പറയാനാ. നിന്റെ മോന്തോടാ അതുകൊണ്ട് രണ്ട് തരുമ്പോ നീ അങ്ങ് ആടും. നിന്റെ സാരി എടുത്തോണ്ടോടി. ഏത് സാണി? പട്ടുസാരി. പട്ടുസാണി ഇവിടെ അടുക്കി വെച്ചേക്കുന്നു. ഇതുവരെ നല്ലൊരു സാരി വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ ആ പട്ടുസാണി മോള് ഒന്നിനും സമ്മതിക്കത്തില്ല. ഇങ്ങോട്ടൊന്ന് വന്നേ. നിന്നെ ഒന്നും ചെയ്യാനല്ല, നീ ഇങ്ങോട്ടൊന്ന് വന്നേ. അങ്ങേലെ ആ സുധീറിനെയൊക്കെ കണ്ടുപടി. അവൻ നേരം വിളക്കുമ്പോഴേക്കാ വണ്ടിയും കഴുകി വെച്ച് അവൻ്റെ ജോലി നോക്കി അവനെ എന്തായാലും ജോലിക്ക് ഇറങ്ങിപ്പോന്നു. അത് കാണുമ്പോഴേ നമ്മക്കൂടെ ഒരു സന്തോഷം. നമ്മുടെ കുഞ്ഞിങ്ങനെ നിൽക്കുകയല്ലേ വീട്ടിനകത്ത്. ഇവള് വിളിച്ചോണത്തത്തില്ല രാവിലെ. വേർക്ക നാണക്കേട് എന്നെ അടുത്ത് അങ്ങനെ പറയല്ലേ. അവൾ നീ എന്തോ പൊടിക്കുഞ്ഞാന്നോ അംഗനവാടി പോകുന്ന കുഞ്ഞാന്നോ? അവള് വിളിച്ചോണത്തി വിടാന്. അടവാ അമ്മ. വിളിച്ചുണർത്താൻ പറഞ്ഞ് അത് ചെയ്ത്, ഇടിച്ചുണർത്താൻ പറഞ്ഞ് അത് ചെയ്ത്, വെള്ളം കോരി ഒഴിച്ചിട്ട് ഉണർത്താൻ പറഞ്ഞ് അതും ചെയ്ത്. ഇതിൽ കൂടുതൽ ഞാനെന്ത് ചെയ്യാനാ? മോളെ നീ ഒരു കാര്യം ചെയ്യണം. ഫോൺ എടുത്ത് ഉറക്കെ അങ്ങ് അലാറം വെക്കണം. അലാറം അടിക്കാൻ ഇവിടെ എവിടാ ഫോണ്? 4 ഫോണിന്റെ ഡിസ്പ്ലേ എങ്ങനെ എറിഞ്ഞു പൊട്ടിച്ചത്, അതും 10 മണിക്ക് അലാറം വെച്ചതിന്. ഞാനും കേറി പോകാൻ പോവാ. അതിനകത്ത് കയറി പോയിട്ട് യാതൊരു കാര്യമില്ല. വെള്ളക്ക മാത്രമേ ഉള്ളൂ. തേങ്ങ ഉള്ളത് ഇന്നാളങ്ങ് ഇട്ടോണ്ട് പോയി. നീ എന്തിനാ നീ അങ്ങോട്ട് കയറി പോന്നേ? ഞാൻ ഇതിൽ കയറുന്ന കാര്യമല്ല പറഞ്ഞേ, ഞാൻ ദുബായി കയറി പോവാന്ന്. അവിടെ എന്തോ ജോലിക്കാ? ചേക്കില്ലാത്തപ്പോ കസേര കയറി ഇരിക്കാനോ? അടി. എനിക്ക് വയ്യാടിയാ. ഷുഗറിന്റെ ഗുളിക ഞാൻ എടുത്തേരാ. അത് ഞാൻ എടുത്ത് തിന്ന്. ഇന്ന് നിനക്ക് ഷുഗർ ഇല്ലല്ലോ, നീ അതെടുത്ത് തിന്നാനേ. രാവിലെ ഇവളൊന്നും വെച്ചില്ലെന്ന് പറഞ്ഞു. പിന്നെ കൈ കിട്ടിയത് ഇതാ, എടുത്തേച്ചങ്ങ് തിന്ന്. ഇന്നാടി ഇന്നലെ കറി എന്ന പാത്രം. ആഹാ, ജീവിതത്തിൽ ഇങ്ങനെ ടേസ്റ്റുള്ള കറി ഞാൻ കൂട്ടിയിട്ടില്ല. അത്രയ്ക്കുണ്ടായിരുന്നോ? അത്രയ്ക്കില്ലായിരുന്നു. ഇന്നെന്താടി കറി? ഓ, ഇന്ന് സാമ്പാറാ. നീ ഇതെങ്ങനെ പഠിക്കുന്നടി? അന്ന് ഓണത്തിന് കറിയൊന്നും വെച്ചില്ലല്ലോ. ഓണത്തിന് വെച്ചെന്നല്ല, അന്ന് ആരെവിടെ വീട്ടിൽ വന്ന് പറയുന്ന കേട്ട്. അതാര് പറയാന്? അതാ ഞാനും ആലോചിക്കുന്നത്. അന്ന് ഈ മരിപ്പിന് വെച്ചത് ഞാനാ. അത് പറ. അന്ന് ഉച്ചക്കല്ല വൈകിട്ടില്ല പിറ്റേ ദിവസമാണ് ഞാൻ സാമ്പാർ വെച്ചത്. അതെ അത് ഫ്ലോപ്പായ സ്ഥിതിക്ക് ഇനി ഇവിടെ പോയി എങ്ങനെ ഇച്ചിരി സാമ്പാർ മേടിക്കുന്നത്. എന്നാ ഞാനൊന്നും ഇട്ടതും ഇല്ല. അല്ല പൊടികളെ, അങ്ങോട്ടൊന്ന് നോക്കിയേടി. ആ പെണ്ണിപ്പം വണ്ടി തള്ളിയിടുമെന്നാ തോന്നുന്നേ. ആ പെണ്ണ് വലിയ കാറുകളൊക്കെ ഓടിക്കുന്നേ. ഡ്യൂക്ക് ബൈക്കൊക്കെ ഇട്ട് സ്റ്റണ്ട് കാണിക്കുന്ന കാണണം. അത് കണ്ടാ നീ ഞെട്ടുമല്ലോ. ദോണ്ടടി ഒരു കാറ് കൊണ്ടിട്ടേക്കുന്നു, ഒരു പെണ്ണും ഉണ്ടല്ലോ. നീ ക്യാമറ ഓണാക്കി എൻ്റെ പുറകെ പിടിച്ചോ. അയ്യോ ഞാൻ ചെയ്യത്തില്ല. വേണമെങ്കിൽ ക്യാമറ ഓണാക്കി തരാം. ഇടി എൻ്റെ പുറകെ വരാന്, ഞാൻ ചോദിച്ചോളാന്ന്. എന്താ ഇവിടെ പരിപാടി? റെജിലേ, ജനം അറിയട്ടെ. ഞങ്ങള് ഭാര്യയും ഭർത്താവോട് ഇതിനകത്തിരുന്നോടെ വണ്ടിയില്. അശ്വടാ, ഭാര്യയും ഭർത്താവോ? ആ നേരത്തെ പറയണ്ടേ മോനെ? പറയാൻ വന്നപ്പോഴല്ലേ ഷൂമോ എന്ന് പറഞ്ഞോണ്ടിരുന്നത്. റെജിലേ, ഇക്കാലത്തൊന്ന് വൈറലായാൽ ആദ്യം ഇന്റർവ്യൂ, പിന്നെ ബിഗ് ബോസ്, പിന്നെ അതിലെ അടിയും വഴക്കും ഒക്കെ കഴിഞ്ഞ് കപ്പടിച്ച ഇത്ത പിന്നെ ആരാ?